ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ാമത്തെ സ്കന്ധത്തിലെ 56-ാമത്തെ കഥയാണ്. പുരഞ്ജനും പുരഞ്ജനിയും വീണ്ടും ഒന്നിച്ചു. ഒരിക്കൽ പുരഞ്ജനൻ 5 കുതിരകളെ പൂട്ടിയ തേരിൽ കയറി സ്വർണ്ണ കവചം ധരിച്ച് അസ്ത്രങ്ങൾ അവസാനിക്കാത്ത ആവനാഴി അണിഞ്ഞ് പഞ്ചപ്രസ്ഥമെന്ന വനത്തിലേക്ക് പോയി. 5 വിധത്തിൽ അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്നതായ ആ രഥത്തിൽ 3 ധ്വജങ്ങളും 2 ദണ്ഡും 1 അച്ചുതണ്ടും 1 സൂതനും 5 ആയുധങ്ങളും ഉണ്ടായിരുന്നു. അമ്പും വില്ലും കയ്യിലേന്തി അഹങ്കാരിയായ അദ്ദേഹം ഭാര്യയെ പിരിഞ്ഞ് നായാടി കാട്ടിൽ ഏറെ നേരം സഞ്ചരിച്ചു. ധാരാളം കാട്ടുമൃഗങ്ങളെ അദ്ദേഹം നിഷ്കരുണം കൊന്നൊടുക്കി. ശ്രാദ്ധം മുതലായ കർമ്മങ്ങൾക്കു വേണ്ടി മാത്രം രാജാവിന് യജ്ഞാർഹങ്ങളായ മൃഗങ്ങളെ കൊല്ലുന്നതിന് വിരോധമില്ലെന്നാണ് ശാസ്ത്രം വിധിച്ചിട്ടുള്ളത്. അപ്രകാരം ജ്ഞാനത്തോടെ പ്രവർത്തിച്ചാൽ അവൻ കർമ്മത്തിൽ ആസക്തനായി തീരുകയില്ല. അഹങ്കാരത്തോടെ കർമ്മം ചെയ്യുന്നവൻ ബന്ധനായിത്തീരും. അവൻ സംസാര സാഗരത്തിൽ പതിച്ച് വിവേകം നശിക്കാൻ ഇടയാകുന്നു. രാജാവിൻ്റെ കൂർത്തുമൂർത്ത ശരങ്ങളേറ്റ് ധാരാളം മൃഗങ്ങൾ വനത്തിൽ വെച്ച് ചത്തുവീണു. കണ്ടുനിന്നവർ പലരും അതിൽ പരിതപിച്ചു. പക്ഷേ രാജാവ് യജ്ഞാർഹങ്ങളും അല്ലാത്തവയുമായ ധാരാളം മൃഗങ്ങളെ വേട്ടയാടി ക്ഷീണിച്ചു. വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു. ഒരടി മുന്നോട്ട് വയ്ക്കുവാൻ വയ്യ. ഗൃഹത്തിലേക്ക് മടങ്ങി കുളിച്ച് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു. സുഗന്ധദ്രവ്യങ്ങളെടുത്ത് പൂശി നറുമണം പരത്തുന്ന പുഷ്പമാല്യം അണിഞ്ഞു. ശരീരം വേഷഭൂഷാദികൾ കൊണ്ട് അലങ്കരിച്ചു. പെട്ടെന്ന് സ്മൃതിപഥത്തിലേക്ക് പത്നിയുടെ ഓർമ്മ കടന്നു വന്നു. സന്തുഷ്ടനും കാമാർത്തനുമായ രാജാവ് ചുറ്റുപാടും അവളെ തിരക്കി കണ്ണോടിച്ചു. എങ്ങും കണ്ടില്ല. പത്നി വിയോഗത്താൽ സമനില തെറ്റിയ രാജാവ് പത്നി സഖികളെ വിളിച്ചു കേണു. സുന്ദരിമാരെ, സ്വാമിനിക്കും നിങ്ങൾക്കും മുന്നേ പോലെ കുശലം തന്നെയല്ലേ? വീട്ടിൽ അമ്മയോ ഭാര്യയോ ഇല്ലെങ്കിൽ പിന്നെ അവിടുത്തെ സമ്പത്തുകൾ പഴയതുപോലെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ചക്രമില്ലാത്ത തേരിൽ ഏത് വിവേകിയാണ് ദുഃഖിതനായിട്ടിരിക്കുക? ദുഃഖസാഗരത്തിൽ മുങ്ങിക്കിടക്കുന്ന എന്നെ അതിൽ നിന്നും കരകയറ്റി രക്ഷപ്പെടുത്താറുള്ള ആ സുന്ദരി ഇപ്പോൾ എവിടെയാണ്? പ്രജ്ഞ നഷ്ടപ്പെട്ടവനെ പോലെ പുരഞ്ജനൻ തരുണീമണികളെ ഉറക്കെ വിളിച്ച് കേണാരാഞ്ഞു. അതുകേട്ട് അവിടെ ഉണ്ടായിരുന്ന ശേഷിച്ചവർ മൊഴിഞ്ഞു. രാജാവേ, ഞങ്ങളോട് ക്ഷമിക്കുക. അങ്ങയുടെ പ്രിയപ്പെട്ടവൾ എന്ത് തീരുമാനിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അതാ അങ്ങോട്ട് നോക്കൂ, അവൾ വെറും നിലത്ത് കിടക്കുന്നത് കണ്ടില്ലേ? തോഴികൾ രാജാവിന് അവളെ കാട്ടിക്കൊടുത്തു. പുരഞ്ജനൻ ആ കാഴ്ച കണ്ട് ഞെട്ടി. അത് കണ്ടുകൊണ്ടു നിൽക്കുവാൻ അദ്ദേഹം ശക്തനല്ലായിരുന്നു. ദുഃഖപരവശനായ അദ്ദേഹം സ്നേഹപൂർവം അവളെ ആശ്വസിപ്പിച്ചു. അവളെ പാട്ടിലാക്കാൻ പ്പിക്കുവാൻ വേണ്ടി രാജാവ് ശ്രമം തുടങ്ങി. അവളുടെ കാൽ പിടിച്ച് വണങ്ങി, തല പിടിച്ച് മടിയിൽ വെച്ചു. പ്രേമപൂർവം അവളെ തൊട്ട് തലോടി ലാളിച്ചുകൊണ്ട് മൊഴിഞ്ഞു. കൂടെയുള്ളവർ കുറ്റം ചെയ്താൽ സ്വാമിമാർ അവർ സ്വന്തക്കാരെന്നു കരുതി അർഹമായ ശിക്ഷ അവർക്ക് നൽകുന്നില്ലെങ്കിൽ ആ കൂട്ടുകാർ നിർഭാഗ്യവാന്മാരാകുന്നു. സ്വാമി ഭൃത്യന് നൽകുന്ന ശിക്ഷ യഥാർത്ഥത്തിൽ അനുഗ്രഹമാണ്. ആ സത്യം മനസ്സിലാക്കാതെ ശിക്ഷ ലഭിച്ചതിൽ രോഷം കൊള്ളുന്നവൻ തികച്ചും അജ്ഞനാണ്. പ്രിയപ്പെട്ടവളെ, നീ അനുരാഗപരവശയായി ലജ്ജപൂണ്ടെ പുഞ്ചിരി തൂകുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. മധുരവാക്കുകൾ പൊഴിഞ്ഞ് എന്നെ അനുഗ്രഹിക്കൂ. ആ മുഖം മതിയാവോളം കാണാൻ എന്നെ അനുവദിച്ചാലും. നിനക്ക് അപ്രിയമുള്ളവർ ആരായിരുന്നാലും ഞാൻ അവരെ ശിക്ഷിക്കാൻ മടിക്കില്ല. നിന്റെ തേൻമൊഴി ഞാനൊന്ന് കേൾക്കട്ടെ. എൻ്റെ മനസ്സ് അല്പമെങ്കിലും കുളിർക്കട്ടെ. നിന്റെ നെറ്റിയിലെ കുങ്കുമപ്പൊട്ട് മാഞ്ഞുപോയതോ മാച്ചു കളഞ്ഞതോ? മുഖം വല്ലാതിരിക്കുന്നു. ആ കണ്ണുനീർ ഞാൻ തുടയ്ക്കട്ടെ. അവൾ ഒന്നും പറഞ്ഞില്ല. ആ മൗനത്തിൽ എന്തൊക്കെയോ ഒളിഞ്ഞുകിടക്കുന്നതായി പാവം രാജാവിന് തോന്നി. ഞാൻ നിന്നെ ഉപേക്ഷിച്ച് നായാട്ടിന് പോയത് തെറ്റുതന്നെയാണ്. ക്ഷമിക്കുക, ഞാൻ പശ്ചാത്തപിക്കുന്നു. രാജാവ് വീണ്ടും ക്ഷമയാചിച്ചു. അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ. പുരുഷൻ സ്ത്രീക്ക് അടിമപ്പെട്ടാൽ അവൾക്ക് അവനെ ഉപേക്ഷിക്കാനൊക്കുമോ? എല്ലാം മറന്ന് അവർ ഒന്നിച്ചു. നാരദ മഹർഷി കഥ തുടർന്നു. കാലം പിന്നെയും കടന്നുപോയി. വെളുപ്പിന് കുളിച്ച് പുരഞ്ജനി കുങ്കുമപ്പൊട്ടും തൊട്ട് സംതൃപ്തയായി മഹാരാജാവിൻ്റെ അടുത്തു ചെന്നു. തൻ്റെ പത്നി സുന്ദരി തന്നെ. രാജാവ് അവളെ അഭിനന്ദിച്ചു. അവൾ നാഥനെ ആലിംഗനം ചെയ്തപ്പോൾ ഭർത്താവ് അവൾ തന്നെയാണ് തൻ്റെ സർവസ്വമെന്നു കരുതി കാലം തള്ളി നീക്കി. കാലത്തിൻ്റെ വേഗത അവർ അറിഞ്ഞതേയില്ല. അവളെ തന്നെ
പരമപുരുഷാർത്ഥമായി അദ്ദേഹം കരുതി. അജ്ഞാനത്തിൻ്റെ അടിമയായ അദ്ദേഹം ആത്മസ്വരൂപമോ പരമാത്മസ്വരൂപമോ പരമപുരുഷാർത്ഥമായി കരുതിയില്ല. അദ്ദേഹം അവളും ഒന്നിച്ച് സുഖിച്ചു. അവർക്ക് 1200 പുത്രന്മാർ ജനിച്ചു. അവരുടെ യൗവനം അരക്ഷണം പോലെ വേഗത്തിൽ അവസാനിക്കാൻ തുടങ്ങിയപ്പോൾ ആ ദമ്പതികൾക്ക് യശസ്സു വർദ്ധിപ്പിക്കുന്ന 110 പുത്രിമാർ കൂടി പിറന്നു. അവരെല്ലാവരും സൽഗുണസമ്പന്നരായിരുന്നു. സാമ്രാട്ടായ പുരഞ്ജനൻ വംശവർദ്ധനവിന് ഉതകും വിധം ആൺമക്കളെയും പെൺമക്കളെയും യഥാവിധി വിവാഹം കഴിപ്പിച്ചു. ഓരോ പുത്രനും 100 വീതം പുത്രന്മാർ ജനിച്ചു. അങ്ങനെ ആ പുത്രപൗത്ര പരമ്പര പാഞ്ചാല രാജ്യത്ത് പരന്നു. പുത്രന്മാരിലും പൗത്രന്മാരിലും ഗൃഹത്തിലും ഭണ്ഡാരങ്ങളിലും സ്വാർത്ഥം വേരുറച്ചു. അതോടെ വിഷയാസക്തി വർദ്ധിച്ചു. മനസ്സിൽ ആഗ്രഹങ്ങൾ വളർന്നു. അവസാനിച്ചു കിട്ടുന്നതിനു വേണ്ടി ദീക്ഷ സ്വീകരിച്ച് ഹിംസാകർമ്മങ്ങളോടുകൂടെ യജ്ഞങ്ങൾ ചെയ്തു. ദേവന്മാരെയും പിതൃക്കളെയും ഭൂതപതികളെയും യജിച്ചു. സൽക്കർമ്മങ്ങളിൽ താല്പര്യമില്ലാത്തവനും കുടുംബബന്ധങ്ങളിൽ അത്യാസക്തനുമായ അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ചു. ആ തക്കം നോക്കി ശത്രുവായ ചണ്ഡവേഗൻ എന്ന പ്രസിദ്ധനായ ഗന്ധർവ രാജാവ് 360 ഗന്ധർവന്മാരുടെ സഹായത്തോടുകൂടി കറുത്തതും വെളുത്തതുമുള്ള ഗന്ധർവ സ്ത്രീകളോടൊപ്പം പുരഞ്ജനന്റെ സർവ കാമോപകരണങ്ങളോടും കൂടിയ രാജകൊട്ടാരത്തെ നശിപ്പിക്കുവാൻ ആരംഭിച്ചു. അത് സംരക്ഷകനായ സർപ്പരാജൻ അറിഞ്ഞു. അവൻ ഒറ്റയ്ക്ക് ആ 720 ഗന്ധർവ സൈന്യത്തോടും യുദ്ധം ചെയ്തു. 100 സംവത്സരം കടന്നുപോയി. സർപ്പം തളർന്നു. പുരഞ്ജനൻ ദുഃഖിതനും ചിന്താധീനനുമായി മദ്യപാനം ചെയ്ത് ക്ഷുദ്രസുഖങ്ങൾ അനുഭവിച്ച് പാർഷദന്മാരിൽ നിന്നും ബലി സ്വീകരിച്ച് സ്ത്രീകളോടൊപ്പം സുഖിച്ച് കാലം കഴിച്ചു. ഒരു ദിവസം ഒരു സുന്ദരി അവിടെ എത്തി. അവൾ കാലന്റെ മകളായിരുന്നു. അവൾ വരനെ തേടി 3 ലോകത്തും ചുറ്റി നടന്നു. പക്ഷേ യോജിച്ച ആരെയും അവൾക്ക് കണ്ടുകിട്ടിയില്ല. ദുർബക എന്ന പേരിൽ അവൾ അറിയപ്പെട്ടു. മുമ്പൊരിക്കൽ പുരുവെന്നൊരു രാജാവിനെ അവൾ വരിച്ചിരുന്നു. അദ്ദേഹം സന്തോഷപൂർവ്വം അവൾക്ക് ധാരാളം വരങ്ങൾ നൽകിയിരുന്നു. ഒരിക്കൽ ബ്രഹ്മലോകത്തു നിന്നും ഭൂമിയിലേക്ക് വരികയായിരുന്ന നാരദനെ അവൾ കണ്ടു. അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നറിഞ്ഞിട്ടും കാമമോഹിതയായി അവൾ അദ്ദേഹത്തെ സമീപിച്ചു. പക്ഷേ അദ്ദേഹം അവളെ സ്വീകരിച്ചില്ല. അവൾ രോഷാകുലയായി നാരദനെ ശപിച്ചു. എൻ്റെ അപേക്ഷ തിരസ്കരിച്ച അങ്ങേക്ക് ഒരു ദിക്കിലും സ്ഥിരമായി നിൽക്കാൻ കഴിയാതെ വരട്ടെ. ശാപവൃത്താന്തം കേട്ട് സർവരും ഞെട്ടി. പിന്നീട് അവൾ നിരാശയോടെ നാരദന്റെ ഉപദേശമനുസരിച്ച് ഭയൻ എന്ന യവനേശ്വരനെ ഭർത്താവായി സ്വീകരിക്കുവാൻ പോയി. അവൾ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന് അപേക്ഷിച്ചു. പ്രിയങ്കരനായ യവനേശ്വര, ഞാൻ അങ്ങയെ പതിയായി വരിക്കുന്നു. അങ്ങ് ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കില്ലെന്നാണ് വിശ്വാസം. ശാസ്ത്രസമ്മതമനുസരിച്ച് വേണ്ടത് കൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാത്തവർ ശോചനീയരാകുന്നു. അതുകൊണ്ട് അങ്ങയെ വന്ന് സ്വീകരിക്കുന്ന എന്നെ അങ്ങ് സ്വീകരിക്കുക. എന്നോട് ദയ കാണിക്കണം. ആർത്താനുകമ്പയാണ് പുരുഷധർമ്മം. കാലകന്യകയുടെ അപേക്ഷ യവനേശ്വരൻ ശ്രദ്ധയോടെ കേട്ടു. ദേവന്മാർ ഒളിച്ചു വച്ചിരുന്ന ആ രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തിക്കൊണ്ടിങ്ങനെ പറഞ്ഞു. ഞാൻ നിനക്കൊരു ഭർത്താവിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. നീ മംഗളകാരിണിയല്ലാത്തതിനാൽ നിന്നെ സ്വീകരിക്കുവാൻ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ സൈന്യവും കൊണ്ട് നീ ആരും അറിയാതെ ഇവിടെ നിന്ന് ദൂരെ പോകുക. എൻ്റെ സഹോദരനാണ് പ്രജ്വാരൻ. നീ എൻ്റെ സഹോദരിയായി വർത്തിക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടി സൈന്യസമേതം ഞാൻ അജ്ഞാതനും അവ്യക്തനുമായി സഞ്ചരിക്കാം. യവനേശ്വരൻ്റെ ആജ്ഞാവർത്തികളായ കാലകന്യകയും പ്രജ്വാരനും ഭൂലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഹരികൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ നിർത്തുകയാണ്. നാളെ നമുക്ക് അടുത്തൊരു കഥയുമായിട്ട് കാണാം. ഹരികൃഷ്ണ.